വരുക കൊണ്ടുവരിക. ധനഹകാലം 1-ാം ഞായർ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 45 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങൾ. വരുക കൊണ്ടുവരിക എന്നീ 2 ആശയങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പ്രധാന കഥാപാത്രമായി വരുന്ന നഥാനിയേലും ഫിലിപ്പോസും നമ്മളുമായി പങ്കുവച്ചു തരുന്നത്. എവിടേക്കാണ് വരേണ്ടത്? എവിടേക്കാണ് കൊണ്ടുവരേണ്ടത്? ക്രിസ്തുവിലേക്കാണ് വരേണ്ടത്. ക്രിസ്തുവിലേക്കാണ് കൊണ്ടുവരേണ്ടത്. ഇതുതന്നെയാണ് നഥാനിയേലും ഫിലിപ്പോസും നമുക്ക് കാണിച്ചു തരുന്നത്. വന്നു കാണുക എന്നീ 2 വാക്കുകൾ കൊണ്ട് ഫിലിപ്പോസ് നഥാനിയേലിനെ യേശുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഈ വാക്കു കേട്ടുകൊണ്ട് നഥാനിയേൽ യേശുവിലേക്ക് കടന്നു വരുന്നത് നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ, ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് സ്വയം കടന്നു വരികയും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. എപ്രകാരമാണ് ഈ ദൗത്യം സാധ്യമാകുന്നത്? ഈശോയിലേക്ക് നോക്കുക. ഈശോ തൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചതുപോലെ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധവും മുറിവുണക്കുന്നതും ആയിരിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈശോ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് ചോദിക്കുകയാണ്, ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന്. ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കും തോന്നുകയാണ്, ഞങ്ങൾക്കും പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഈശോയുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ശിഷ്യന്മാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് ആർക്കും ഒരു കാലത്തും നശിപ്പിക്കുവാൻ പറ്റാത്ത വിധത്തിൽ സഭ നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് അഭിഷേകം കൊടുക്കുന്നത് ആയിരിക്കണം. എസെക്കിയേൽ പ്രവാചകൻ പറയുന്നു, ഇതാ മനുഷ്യപുത്ര, ഞാൻ തീ കൊളുത്താൻ പോവുകയാണ്. വ്യക്തിയിൽ നിന്നും വ്യക്തിയിലേക്കുള്ള ആളിക്കത്തുന്ന അഭിഷേകത്തിൻ തീ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ മക്കളോ ജീവിത പങ്കാളിയോ സുഹൃത്തുക്കളോ ആര് തന്നെ ആയാലും ദൈവത്തിലേക്ക് കടന്നു വരുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നാം ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുക എന്നുള്ളതാണ്. നിങ്ങളുടെ തഴമ്പിച്ച മുട്ടുകൾ കണ്ട്, നിങ്ങളുടെ ഉയർത്തിപ്പിടിച്ച കരങ്ങൾ കണ്ടുകൊണ്ട്, നിങ്ങളുടെ അവസാനിക്കാത്ത വചനങ്ങൾ കേട്ടുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഫിലിപ്പോസ് നഥാനിയേലിനെ കൂട്ടിക്കൊണ്ടുവന്നതുപോലെ നമുക്കും അവരെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. അതിനുവേണ്ടി ദൈവം നമ്മുടെ വാക്കുകളെയും പ്രവൃത്തികളെയും വിശദീകരിക്കട്ടെ. അതെ പ്രിയമുള്ളവരെ, ഈശോ നേരത്തെ നഥാനിയേലിനെ അത്തിമരത്തിൻ ചുവട്ടിലിരിക്കുന്നത് കണ്ടിരുന്നുവെങ്കിലും നഥാനിയേൽ ഈശോയുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് ഈശോ അവനെപ്പറ്റി മറ്റുള്ളവരോട് പറയുവാൻ തുടങ്ങിയത്. അതുകൊണ്ട് ആദ്യം ഈശോയുടെ അടുത്തേക്ക് കടന്നു ചെല്ലുക. അപ്പോൾ ഈശോ നമ്മെപ്പറ്റി മറ്റുള്ളവരോട് പറയുവാൻ തുടങ്ങും. അതായത് നമ്മെ അവിടുന്ന് മറ്റുള്ളവരുടെ മുൻപിൽ ഉയർത്തും. നമ്മെ അവിടുന്ന് തൻ്റെ മഹത്വം പ്രകടമാക്കുന്ന ഒരു ഉപകരണമായി മാറ്റും. അതിനുവേണ്ടി നമുക്ക് ഈശോയിലേക്ക് കടന്നു വരാം. നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും മറ്റുള്ളവരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യാം.